നായർ ലഹളയ്ക്ക് ആഹ്വാനം ചെയ്ത് കൊട്ടാരക്കര ഗണേശൻ. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഈ പഴഞ്ചൊല്ലിനെ അക്ഷരാർത്ഥത്തിൽ അനുസ്മരിപ്പിക്കുന്നതാണ് നടനും വിടനും സർവോപരി സാമൂഹിക വിപത്തുമായ കൊട്ടാര ഗണേശൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന KB ഗണേഷ് കുമാറിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ ചില ചെയ്തികൾ. 2026 ഏപ്രിലിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് താൻ പരാജയപ്പെട്ടതിന്റെ ഏക കാരണം സുകുമാരൻ നായരുടെ ഗൂഢാലോചനയാണെന്ന് ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഏത് ചടങ്ങിൽ വെച്ച്? വിമത സംഘടനയായ നായർ സമുദായ സംരക്ഷണ സമിതി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ദേവദാരുവിലെ ഇത്തിൽക്കണ്ണികൾ എന്ന പുസ്തക പ്രകാശന ചടങ്ങിലാണ് ഗണേഷ് കുമാർ ഈ തുറന്നു പറച്ചിലുകൾ നടത്തിയത്. ഒടുവിൽ സുകുമാരൻ നായർക്കെതിരെ പണിയുവാൻ നടക്കുന്ന വിമതന്മാർക്കൊപ്പം ചേർന്നു കൊട്ടാരക്കര ഗണേശൻ. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് ഗണേശനെ ആരും പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? സുകുമാരൻ നായർക്കെതിരെ തിരിയുവാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് കേട്ടോ. ഗണേഷ് കുമാർ നേതൃത്വം നൽകിയിരുന്ന പത്തനാപുരം താലൂക്ക് യൂണിയൻ കമ്മിറ്റി NSS നേതൃത്വം പിരിച്ചുവിടുകയും അദ്ദേഹത്തെ NSS ഡയറക്ടർ ബോർഡിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. ഈ കാര്യങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ടാണ് പരസ്യമായ വിടുപ്പലക്കിലേക്ക് കൊട്ടാരക്കര ഗണേശൻ കടന്നത് എന്ന് വ്യക്തം. ഓർക്കണം, അതുവരെ ഗണേശന് സുകുമാരൻ നായർ കൺകണ്ട ദൈവമായിരുന്നു. മന്നത്ത് പത്മനാഭനും മുകളിലായിരുന്നു സുകുമാരൻ നായരുടെ സ്ഥാനം. എന്നാൽ പദവിയിൽ നിന്നും പിരിച്ചുവിട്ട അന്ന് മുതൽ നായർ ലഹളയ്ക്ക് ആഹ്വാനം ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ് കൊട്ടാരക്കര ഗണേശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ടതോടുകൂടി ഗണേശന്റെ സമനില തെറ്റി എന്നാണ് പത്തനാപുരംകാർ പറയുന്നത്. ജീവിതത്തിൽ പരാജയം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത കൊട്ടാരക്കര ഗണേശന്റെ ജീവിതത്തിൽ ഇപ്പോൾ തുടർച്ചയായ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ചെറ്റപ്പൊക്കാൻ പോയാലും അതെല്ലാം പിടിക്കപ്പെടും എന്ന് മാത്രമല്ല, നാട്ടിലെല്ലാം പാട്ടാകുകയും ചെയ്യും, കാര്യമൊന്നും നടക്കുകയുമില്ല. പത്തനാപുരംകാർ താൻ എന്ത് വ്യഭിചാരം നടത്തിയാലും അതെല്ലാം ക്ഷമിക്കുമെന്നും ഇതെല്ലാം കീഴുട്ടുണ്ണിയുടെ കീഴിലുള്ള ആ ഉണ്ണിയുടെ പ്രശ്നമാണെന്നും പറഞ്ഞ് വിട്ടുകളഞ്ഞവർ വീണ്ടും വീണ്ടും വിജയിപ്പിക്കും എന്ന് വ്യാമോഹിച്ചെങ്കിലും ഇത്തവണ അവർ അറിഞ്ഞ് തോൽപ്പിച്ചു. ഒരു പരിധിയില്ല എല്ലാത്തിനും. അതിന് സുകുമാരൻ നായരുടെ നെഞ്ചത്ത് കയറിയിട്ട് വല്ല കാര്യവുമുണ്ടോ? തെരഞ്ഞെടുപ്പ് പടിവാതുക്കൽ എത്തി നിൽക്കുമ്പോഴാണ് പരിവാരങ്ങളുമൊത്ത് പ്രതിവാര ഓയിൽ ചേഞ്ചിങ്ങിന് വാളകം കീഴുട്ടു വീട്ടിൽ കീഴുട്ടുണ്ണി എത്തിയത്. കൂടെ ഉണ്ടായിരുന്നവർ കയ്യോടെ രണ്ടാം ഭാര്യയെ കാര്യങ്ങൾ അറിയിച്ചു. അവരുടെ പാഞ്ഞെത്തി കയ്യോടെ ഗണേശനെ പൊക്കി. പോലീസിനെയും വിവരം അറിയിച്ചു. ഇതെല്ലാം വാർത്തയായി നാറ്റക്കേസായി. കേസ് പെട്ടെന്ന് ഒതുക്കിയത് കൊണ്ട് പിണറായി പക്ഷേ കൈവിട്ടില്ല, പദവി പോയില്ല. പത്തനാപുരംകാർ എന്തു വന്നാലും ഇത്തവണ ഈ വിത്തുകാളയ്ക്ക് വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. ജ്യോതികുമാർ ചാമക്കാലയെ മിന്നും ഭൂരിപക്ഷത്തിൽ അവർ വിജയിപ്പിച്ചു. അത് സുകുമാരൻ നായർ ഗൂഢാലോചന നടത്തിയത് കൊണ്ടാണോ? അല്ല. ആ സമയത്തെ ആ വെടിവഴിപാട് ഒരു 2 മാസത്തേക്കൊന്നും മാറ്റിവെച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കൊട്ടാരക്കര കോഴിയെ പത്തനാപുരംകാർ ഇത്തവണയും വിജയിപ്പിച്ച് കളഞ്ഞേനെ. സുകുമാരൻ നായർ മഹാനാണെന്നോ മാതൃകാപുരുഷനാണെന്നോ ഒന്നുമല്ല ഞങ്ങൾ പറഞ്ഞു വരുന്നത്. ഈ ഓന്തിനെ വില്ലുന്ന കൊട്ടാരക്കര ഗണേശന്റെ ഇപ്പോഴത്തെ ഈ മലക്കം മറിച്ചിലിൽ നായർ സമുദായാംഗങ്ങൾ വീഴരുത് എന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ് ഈ എപ്പിസോഡ്. സമുദായ നേതാവിനെതിരെ ആരോപണങ്ങളുണ്ടെങ്കിൽ അത് ഉന്നയിക്കുവാൻ എത്രയോ മാർഗങ്ങളുണ്ട്, എത്രയോ വേദികളുണ്ട്. ഇതുപോലെയാണോ അത് ഉന്നയിക്കേണ്ടുന്നത്? അപ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശലക്ഷ്യം നന്നല്ല എന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. ഇത്രയും കാലം സുകുമാരൻ നായരുടെ ചെരുപ്പം നക്കി നടന്ന് ഡയറക്ടർ ബോർഡ് മെമ്പറാണെന്നും പറഞ്ഞ് അതിന്റെ എല്ലാ ബെനിഫിറ്റ്സും എൻജോയ് ചെയ്ത് ആഭാസതന്ത്രങ്ങൾ കാണിച്ചു നടന്ന ഇവനെ ഇപ്പോൾ ചവിട്ടി പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇതാ കുറിച്ചു കൊണ്ടുവരുന്നു. അയാളുടെ അതിനൊന്നും മറുപടി പറയാൻ ഞാനില്ല. ജനാധിപത്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട്, അയാൾ പറഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞ ആർക്കും അത് ഇപ്പം ആരെല്ലാം പറഞ്ഞു. അങ്ങേരുടെ അച്ഛനെ പറ്റി ആര് പറഞ്ഞിട്ടില്ല? അങ്ങേര് തന്നെ അങ്ങയുടെ അച്ഛനെ പറ്റി വ്യക്തിപരമായ ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടില്ല ഇല്ലേ? ആ അച്ഛൻ മകനോട് പറഞ്ഞു, നീ NSS ജനറൽ സെക്രട്ടറിയും NSSനെയും സ്നേഹിച്ചു വേണം ജീവിക്കാൻ എന്ന് അച്ഛൻ എനിക്ക് ഒരു ഉപദേശം തന്നിട്ടുണ്ട്, ഞാൻ അതനുസരിച്ച് ചെയ്യും എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? ഇയാൾ ഇപ്പം പറഞ്ഞല്ലേ ഞാൻ 64 വർഷമായി ഇതിനകത്ത് കയറിയിട്ട്. ഒരുത്തം വിചാരിച്ചാലും എനിക്കെതിരെ ഗൂഢാലോചന വെക്കാൻ പറ്റിയ തെറ്റൊന്നും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതെന്നാ ഈയൊക്കെ തോന്നിയത്? ഇപ്പൊ വർഷം എത്രയായി?
എല്ലാ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴല്ലേ ഇത് പറയുന്നുള്ളൂ, അല്ലേ? അപ്പൊ അത് തന്നെയാണ് കാരണം. സ്ഥാനമാനങ്ങൾ പോയതുകൊണ്ട് പറയുന്നതാണെന്നാണ്. അയക്കിപ്പോൾ എന്തെല്ലാം സ്ഥാനമുണ്ടെന്നും മാനമുണ്ടെന്നും ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്ന കാര്യമുള്ളൂ. ഞാനായിട്ടത് പറയുന്നില്ല. പിതൃസ്ഥാനത്ത് കാണുന്നു എന്ന് നേരത്തെ പറഞ്ഞ ഗണേശ് എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങനെ തുടർച്ചയായിട്ട് അങ്ങേ വിമർശിക്കുന്നത്? ഇപ്പൊ തോന്നി കാണും പിതൃവല്ലെന്ന്, പിതൃസ്ഥാനത്തല്ലെന്ന് തോന്നിക്കാണും, അതുകൊണ്ട് തന്നെ വിമർശിക്കുന്നതല്ല. തന്നെ ഈ പൊതുശല്യത്തെ, പൊതുമണ്ഡലത്തിൽ നിന്ന് ഇത്രയും ആഭാസതരങ്ങൾ കാണിച്ചവനെ എന്തുകൊണ്ട് ഈ ഒരു സമുദായം ഇതിനു മുമ്പേ സമുദായത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയില്ല എന്നാണ് ഞങ്ങളുടെ ചോദ്യം. അതുപോലെ നായർ സമുദാംഗമാണ് എന്ന് മേനി പറയുന്ന ഇയാൾ കൊട്ടാരക്കരയിൽ ഒരു പൈശാചി കേന്ദ്രം നടത്തുന്ന ഒരു തീവട്ടിപ്പാച്ചറുടെ മുന്നിൽ പോയി കുനിഞ്ഞു നിൽക്കുന്നത് നമ്മളെല്ലാം കണ്ടതല്ലേ. അവന്റെ പ്രാർത്ഥന കൊണ്ടാണത്രേ കഴിഞ്ഞ തവണ ഇയാൾ വിജയിച്ചത്. NSS ഡയറക്ടർ ബോർഡ് അംഗമാണത്രേ, NSS ഡയറക്ടർ ബോർഡ് അംഗം. ഇനി ഇവനെതിരെ ഞങ്ങൾ കൊടുത്ത ചില വാർത്തകളുടെ ഞങ്ങളുടെ ലൈബ്രറിയിലൂടെ ചില ഭാഗങ്ങൾ മാത്രം കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ മുതൽ ആരാണ് എന്ന്. സുകുമാരൻ നായരുടെ മാനരസങ്ങൾ അഭിനയിച്ച് കാണിക്കുമ്പോൾ ആരെങ്കിലും ആ സീരിയൽ നടിയുടെ ഭർത്താവ് എടുത്തിട്ടടിച്ച് മുഖം പഞ്ചറാക്കി നിലത്ത് പെടുത്തു കിടക്കുന്ന ഈ ഫോട്ടോ എടുത്ത് കാണിച്ചാൽ അവിടെ തീരും എല്ലാ ചാട്ടവും. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, സരിതാ വിഷയം കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ അട്ടിമറിച്ച് കൂട്ടിക്കൊടുത്ത് LDF മന്ത്രിസഭയിൽ കയറി മന്ത്രിയായി ഇനി VD സതീശന് കലിപ്പുള്ള സുകുമാരൻ നായർക്കിട്ട് പണിഞ്ഞ് സതീശന്റെ പ്രീതി സമ്പാദിച്ച് എങ്ങനെയെങ്കിലും UDFന്റെ ഭാഗമാകുവാനുള്ള ഒരു നാറിയ ശ്രമമാണ് ഈ രാഷ്ട്രീയ ശിഖണ്ഡിയുടേത് എന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബോധമെങ്കിലും നായന്മാർക്കുണ്ടാവണം. JK ജനിപ്പിച്ചവനെ കുനിപ്പിച്ച ഇവൻ എങ്ങനെ ഇത്രയും കാലം ജനപ്രതിനിധിയായി മന്ത്രിയായി എന്നൊക്കെ ഇതിന് വളമിട്ട് കൊടുത്തവർ തന്നെ ചിന്തിക്കേണ്ടുന്ന സമയമാണിത്. ഇവനെ ജനിപ്പിച്ച രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന സ്വന്തം തന്ത ഇവനെക്കുറിച്ച് പറഞ്ഞത് എന്താണ് എന്ന് ആരും മറന്നിരിക്കാൻ ഇടയില്ല. അച്ഛനായി പോയതിനിപ്പോൾ എന്ത് ചെയ്യാനത്? എനിക്കിനിയിപ്പോൾ അച്ഛനല്ലെന്ന് പറയാനൊക്കെ. ഇങ്ങനെ ഒരു മകൻ മരിക്കുമ്പോൾ പോലും എന്നെ കാണാൻ വരണം എന്നെനിക്ക് ആഗ്രഹമില്ല. ഞാനാണ് മരിക്കുന്നതെങ്കിൽ ആഗ്രഹമില്ല. കാരണം എന്തിനാഗ്രഹം? ഞാൻ തിരുവനന്തപുരത്ത് കിടന്ന കാലത്ത് എന്നെ ജയിലിലിട്ടേച്ച് ഒരുപാട് തോന്നിവാസങ്ങൾ സ്വയം നടത്തി. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തകരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഇറങ്ങി. അത്രമാത്രം അവരെ അവഹേളിച്ചു ആ കാലഘട്ടങ്ങളിൽ. 2001 ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ, അങ്ങനെ വേണമല്ലോ അദ്ദേഹത്തെ വിളിക്കാൻ, ബഹുമാന്യനായ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി. ഇത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഉന്നതാധികാര സമിതി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് പത്രത്തിനും TV യിലൊക്കെ വന്നു. മകനോടുള്ള കടമ എൻ്റെ അച്ഛനും അമ്മയും തന്ന സ്വത്ത് കുറേ കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നു, അത് കുറേ കൊടുത്തിട്ടുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. കൂടുതൽ സ്വത്ത് കൊടുക്കാഞ്ഞ എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട്. അതോടുകൂടി മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും. അച്ഛനും മകനും എന്നുള്ള ബന്ധത്തെ പറ്റി എല്ലാവരും അറിയേണ്ടി വരും. ഗണേശൻ സ്ത്രീകളുമായിട്ട് അടുത്ത് ഇടപെടുകയെന്ന് പറഞ്ഞാൽ പറ്റുകയല്ല. കുറച്ച് കാശ് കൊടുത്താൽ കുറച്ച് കെട്ടിപ്പിടിക്കും, കൂടുതൽ കാശ് കൊടുത്താൽ കൂടുതൽ ഇറുക്കി കെട്ടിപ്പിടിക്കും. ഇപ്പം 6 മാരേഴ്സുള്ള കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ മോശമാണ്. കാരണം അതങ്ങനെയാ അതിൻ്റെ ലൈൻ. കോലിൽ തുണി ചുറ്റി വെച്ചാലും അവിടെയും വട്ടം ചുറ്റി കറങ്ങുന്ന ഈ കൊട്ടാരക്കര കോഴിയുടെ പരശ്രീഗമനവും അവിഹിതവും സഹിക്കവയ്യാഞ്ഞ് സ്വന്തം ഭാര്യ യാമിനി തങ്കച്ചി പത്രസമ്മേളനം നടത്തിയത് ഓർമ്മിക്കുന്നില്ലേ? അവിഹിതം കണ്ടുപിടിച്ച് സീരിയൽ നടിയുടെ ഭർത്താവ് ആദ്യ ഭാര്യയുടെ മുന്നിലിട്ട് ചവിട്ടിക്കൂട്ടിയപ്പോൾ പെടുത്തു തൂറിക്കിടന്ന ആ വിവരം അവർ അന്ന് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത് കാണുക. അകത്ത് ഓഫീസ് റൂമിനകത്ത് എന്തോന്നു സംസാരിക്കാൻ വേണ്ടി പോയി, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഈ കാര്യങ്ങളെല്ലാം പച്ചയ്ക്ക് എല്ലാം ഓപ്പണായിട്ട് പറഞ്ഞു. എങ്ങനെയാണ് അവിടെ പോയത്, കാറിൽ പോയത്, എങ്ങനെയാണ് അവരെ പിക്കപ്പ് ചെയ്തത്, എവിടെയാണ് കൊണ്ടുപോയത്, എന്താ നടന്നത്, എല്ലാം പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് നേരെ എൻ്റെ ഹസ്ബൻഡ് നേരെ മിനിസ്റ്റർ എന്ന് പറയുന്ന ആള് അയാളുടെ കാലിലോട്ട് വീണ് മാപ്പ് ക്ഷമിക്കണം, തെറ്റുപറ്റിപ്പോയി. എല്ലാ പ്രാവശ്യവും നടക്കുന്നത് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ്, ഇതേപോലത്തെ ഒരു വേറെ സ്ത്രീകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ചോദിക്കുമ്പോഴാണ് ഈ പീഡനം നടക്കുന്നത്. സ്വന്തം സഹോദരി ഇവനെ കുറിച്ച് പറയുന്നത് കേൾക്കുക. എൻ്റെ കൊച്ചുമകൻ 10 വയസ്സുള്ള ഒരു കുഞ്ഞ് ക്യാൻസർ പേഷ്യൻ്റാണ്. എനിക്ക് ഒന്നും ആ കുട്ടിയുടെ പേരിൽ എൻ്റെ അച്ഛൻ കരുതിയിരുന്ന പൈസ പോലും എടുക്കാൻ സാധിക്കുന്നില്ല. ഇദ്ദേഹം മുടക്കി വെച്ചിരിക്കുകയാണ് കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി. അത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിച്ചപ്പോൾ ഒരു കാരണവശാലും കൊടുക്കരുതെന്ന് പറഞ്ഞ് അതിൻ്റെ സകല റെക്കോർഡ്സും ബാങ്കിൽ നിന്ന് വാങ്ങിച്ച് തട്ടിപ്പറിച്ച് വെച്ചിരിക്കും. ഇത്രയും ചാരിറ്റി വർക്ക് ചെയ്യുന്ന ആൾ ആ ബാലകൃഷ്ണപിള്ളയുടെ സ്വന്തം കൊച്ചുമകന് വേണ്ടി കരുതിയ പൈസ പോലും കൊടുക്കാതെ തട്ടിപ്പറിച്ച് വെച്ചിരിക്കുന്ന അതാണോ മനുഷ്യത്വം? അതാണോ ചാരിറ്റി? സരിതയുടെ ഒരു കുട്ടിയുടെ അച്ഛൻ ഇവനാണ് എന്നും പറഞ്ഞ് CBI കോടതിയിൽ സമർപ്പിച്ച ആ റിപ്പോർട്ടിന്റെ പകർപ്പ് ഞങ്ങളുടെ പക്കലുണ്ട്. ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഹാൻഡിൽ ചെയ്ത പുറത്തുള്ളവർ അവരുടെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി
കുറച്ചൊക്കെ ഇതിനെ ഒളിച്ചും തെളിച്ചും യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. എനിക്ക് ബാലകൃഷ്ണപിള്ള സാർ എനിക്ക് എമൗണ്ട് തന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, മേ ബി. പക്ഷെ അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. കാരണവർ വധക്കേസിലെ കുപ്രസിദ്ധ പ്രതി ഷെറിനെ കൊണ്ടു നടക്കുകയും ഇടത് സർക്കാരിനെ സ്വാധീനിച്ച് അവരെ പെട്ടെന്ന് പുറത്തിറക്കുകയും ചെയ്ത് ഇവനാണ് എന്ന് ഷെറിന്റെ സഹതടവുകാരി വെളിപ്പെടുത്തിയത് കണ്ടാലും. ഷെറിയും പറയാന്ന് വെച്ചാൽ ആ സമയത്ത് ഒരു ഗണേശ് ചേട്ടൻ എന്ന് പറയാറുണ്ട്. അപ്പൊ സത്യത്തിൽ ഞാനെന്നൊക്കെ വിചാരിച്ചത് ഇതുവരെ തള്ളു പറയുന്നതാണ്. ഞങ്ങളെല്ലാവരും അങ്ങനെ ഷെറിൻ കേൾക്കല, ഷെറിൻ നമ്മളോടൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അത് കേട്ട് ചിരിച്ചിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പറയും ഷെറിയും വെറുതെ പൊങ്ങച്ചം പറയാമെന്ന് പറയാം. നമ്മൾ മന്ത്രി ഗണേശനെ കുറിച്ചിട്ടൊക്കെ ഗണേശ് ചേട്ടൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴും പിന്നെ പത്രങ്ങളിൽ ഗണേശിൻ്റെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടീനെ പറ്റി പറയുന്നത് എന്തായാലും CPM അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഇതൊന്നും. കാരണം പാർട്ടി ഒരിക്കലും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒരിക്കലും ഷെറിനെ പോലത്തെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇത്രയും പരസ്യമായിട്ട് അവരെ എന്താ പറയുക അവരെ വിടുതൽ നൽകാൻ ഗണേശായിട്ട് അടുപ്പുണ്ടെന്ന് പറയാറുണ്ടായിരുന്നു. ഇനി രണ്ടാം ഭാര്യ ബിന്ദുമേനോൻ വാളകം കീഴൂട്ട് വീട്ടിൽ അവിഹിതം നടത്തുന്നത് കണ്ടുപിടിച്ച് ആ വാർത്ത വിവാദമായപ്പോൾ അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് കണ്ടാലും. ഞാനിപ്പോ 2 മാസമായിട്ട് ഇതേപോലെ ഇലക്ഷന്റെ സമയത്താണ് ഞാൻ അവിടെ പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്താണ് ഞാൻ ഇടയിൽ വന്നത്. അതിന് മുന്നേയും പ്രശ്നമായിരുന്നു. പല സ്ത്രീകളുടെയും പ്രശ്നം വെച്ച് ഞാൻ വഴക്കൂടും. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെ ഞാൻ ആരോട് സംസാരിക്കും, അവരുടെ സ്റ്റാഫിന്റെ ഫോൺ ട്രാക്ക് ചെയ്യും. ഞാൻ ആരെടുത്താ വിളിച്ചാൽ നോക്കി അവരുമായിട്ട് എന്നെ കണക്ട് ചെയ്ത് ഞാൻ അവരുമായിട്ട് ബന്ധമാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. അപ്പൊ അവിടെ എല്ലാം പറയും ഞാൻ അമേരിക്കയിലേക്ക് ആരുടെ കൂടെ പോയി, ദുബായിലേക്ക് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നിർത്തും. സോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് എന്റെ ഫോൺ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവരുടെ സ്റ്റാഫ് എന്നോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം. അപ്പൊ വാളകത്തെല്ലാം ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ പല സ്ത്രീകളെയും വിളിച്ച് ഞാൻ കുറെ ഫയർ ചെയ്യലും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. സംശയ രോഗമാണെന്ന് പറഞ്ഞ് എല്ലാവരുടെ പറയുന്നു, എന്റെ വീട്ടുകാരെ വിളിച്ച് പറയുന്നു. അപ്പൊ ഐ ജസ്റ്റ് വാണ്ടഡ് എ ക്ലോഷർ. ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും എനിക്കൊരു ക്ലോഷർ വേണം, പക്ഷെ എനിക്കിത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ. അത്ര മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ് അല്ല ഫോട്ടോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യില്. ഞാൻ പോലീസിനെ അല്ല, എനിക്ക് ഐ ലോസ് കൺട്രോൾ. പക്ഷെ ഞാൻ ഐ ഡിഡ് നോട്ട് യൂസ് എ ബാഡ് വേർഡ്. ഐ ഡിഡ് നോട്ട് ഫിസിക്കലി അസോൾട്ട് എനിവൺ. മന്ത്രിയെയോ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ബിക്കോസ് മന്ത്രി അത് പിന്നെയും പറയും എനിക്ക് പ്രാന്താണ്, എനിക്ക് സംശയമാണെന്ന് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോ എന്നെ ശാന്ത അവരെ പിടിക്കുക, അവരുടെ ഫോൺ മാറ്റുക എന്നൊക്കെ പറഞ്ഞ എന്നെ ഹി വാസ് ട്രൈങ് ടു അസോൾട്ട് മീ, ട്രൈ ടു ടേക്ക് സ്നാച്ച് മൈ ഫോൺ. പക്ഷെ ഞാൻ അതൊന്നും സമ്മതിച്ചില്ല. ഞാൻ ഉടനെ ലേഖ ചേച്ചിയെ വിളിച്ചു. ബിക്കോസ് എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഡയൽ നമ്പർ ലേഖ ചേച്ചിന്ന് ഇട്ടിട്ടാണ് ഞാൻ പോയത്. ചേച്ചിയോട് പറഞ്ഞു ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ് യു ഹാവ് ടു പിക്ക് അപ്പ് മൈ കോൾ. അത് വിളിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു ബിന്ദു ഇമ്മീഡിയറ്റ്ലി യു കോൾ കൺട്രോൾ റൂം 112. അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. ലേഖ ചേച്ചി എന്ന് പറഞ്ഞു വിളിച്ച് കണ്ടപ്പോ അവരെന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഞാൻ ഓടി. ഐ റാൻ ഔട്ട്. പോലീസ് വന്നു കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ നേരത്ത് പ്രദീപ് എന്ന് പറഞ്ഞാല് എന്റെ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. വാതില് എന്റെ കൈ പിടിച്ച് വാതിൽ അടയ്ക്കാനൊക്കെ നോക്കി. ഞാൻ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. അത് കഴിഞ്ഞ് പോലീസ് വരുന്നതിന് മുന്നേ തന്നെ ഗണേഷ് കുമാർ ഈ സ്ത്രീനെ കൊണ്ടുവന്ന കാറിൽ ശാന്തം കയറ്റി. ശാന്തം കൊണ്ടുപോയി. ഗണേഷ് കുമാർ ഉള്ളിലേക്ക് ഓടി വാതിലടച്ചു. പോലീസ് വന്ന് എന്നോട് ചോദിച്ചു യാമിനി തങ്കച്ചിയാണോ? ഐ സെഡ് നോ, മൈ നെയിം ഇസ് ബിന്ദു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ അപ്പൊ ഞങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല. ഐ സെഡ് ഐ ഡോണ്ട് കെയർ, ഞാൻ പിണറായി സാറെ വിളിക്കും. അല്ലല്ല മാഡം, ഞാൻ പറഞ്ഞു പിണറായി സാർ ഇല്ല, ഞങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ. അത് കഴിഞ്ഞ് മന്ത്രിയുടെ വേറെ സ്റ്റാഫായ മനോജ് വന്നു. മനോജ് വന്ന് എന്നോട് പറഞ്ഞു ചേച്ചി ഒന്നും ചെയ്യല്ലേ പ്ലീസ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യില്ല, പക്ഷെ എനിക്ക് ഐ നീഡ് പ്രൊട്ടക്ഷൻ. എന്നെ അപമാനിക്കാനും എന്നെ ഉപദ്രവിക്കാനും ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. ചേച്ചി ഒന്ന് അടങ്ങ്, ഒന്ന് സാറിന് ഒരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്ക് എന്ന് പറഞ്ഞു. മന്ത്രി പോയി ഉള്ളിൽ പോയി വാലടിച്ചു. ഭാര്യമാരെയും അവിഹിതക്കാരെയും എല്ലാം കാശ് കൊടുത്ത് ഒതുക്കി. അവസാനം സഹോദരിയുടെ മുന്നിൽ മുട്ടുമടക്കി. നടി ശ്രീവിദ്യയുടെ തട്ടിയെടുത്ത സ്വത്തുവകകളുടെ ഒരു ഭാഗം ചലച്ചിത്ര അക്കാദമിക്ക് കൊടുത്ത് രക്ഷപ്പെട്ടു. എല്ലാം മറിച്ച് തലയിൽ വിഗ്ഗും വെച്ച് മാന്യനായി നടക്കുന്ന ഈ കുണേശൻ, ഈ മിടുക്കൻ സകല നായന്മാർക്കും നാണക്കേടാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ കുലംകുത്തിയെ സമുദായത്തിൽ നിന്ന് തന്നെ പുറത്താക്കുക. തമ്മനം ശാന്തയുടെ ചരിത്ര പ്രസംഗം പോലെയാണ് ഇയാളുടെ നീതിക്ക് വേണ്ടിയുള്ള നിലവിളി എന്ന് നായർ സമുദായാംഗങ്ങൾ മനസ്സിലാക്കുക. ഞാൻ മുമ്പ് ഇവനെതിരെ ഒരു വാർത്ത കൊടുത്തപ്പോൾ എനിക്കെതിരെ ഇവൻ കേസ് കൊടുക്കുകയും ഞാൻ പേടിച്ച് പെടുത്തു പോവുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്നുകൂടി പറഞ്ഞ് തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. കുണേശ, അഭിനയമൊക്കെ ആവാം, എല്ലായിടത്തും കയറി അഭിനയിക്കരുത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.